ഞാൻ ചോദിച്ച വകുപ്പിടാത്തതിനെ കുറിച്ചാണ്. വകുപ്പ് പ്രധാനപ്പെട്ട വകുപ്പാണ്. വംശീയ വിദ്വേഷ കൊലയാണിത്, സാധാരണ കൊലപാതകമല്ല. സാധാരണ കൊലപാതകം എമ്പാടും ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. നിതിൻ കണിച്ചേരി അല്പസമയം മുൻപ് പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളിൽ വ്യക്തതയില്ല, അദ്ദേഹത്തിന് പ്രാദേശിക കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ അറിയാൻ കഴിയുമായിരുന്നല്ലോ എന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് 3 ഖണ്ഡികയുള്ള ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. അതിൽ RSSകാരുടെ ഹിന്ദുത്വ വംശീയ ശക്തികളുടെ ആക്രമണ പദ്ധതി എന്ന വാചകമില്ലല്ലോ. പിണറായി വിജയനും ഒപ്പം വി ഡി സതീശനും ഒരേ രൂപത്തിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇന്ന് അത് സ്റ്റേറ്റ്മെന്റ് കാണുന്ന ജനങ്ങൾക്കറിയാം. നിഷാദിന് ഒരുപക്ഷെ അങ്ങനെ തോന്നില്ലായിരിക്കും. ഞാൻ ചോദിക്കുന്നത് കേരളം പോലെയുള്ള പരിഷ്കൃത സമൂഹത്തിന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ഒരിക്കലും അംഗീകരിക്കാനാവാത്തവയാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ജാഗ്രത കാണിക്കണം. സെയിം സ്റ്റേറ്റ്മെന്റ് ആണ് വി ഡി സതീശനും പറഞ്ഞത്. ഇതിലെവിടെയാണ് ഹിന്ദുത്വ വംശീയത, ഹിന്ദുത്വ ആൾക്കൂട്ടാക്രമണം? ഞാൻ ഈ വിമർശനം ഉന്നയിക്കുന്നതിന് കാരണം കോൺഗ്രസിൻ്റെ സാധാരണ ഒരു നേതാക്കളുള്ള പ്രദേശമല്ല അട്ടപ്പള്ളം എന്ന് പറയുന്നത്. ഈ അട്ടപ്പള്ളത്ത് ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന സംഭവം ഉണ്ടായ പ്രദേശത്ത് മത്സരിച്ചത് ചിലപ്പോൾ വസന്ത് സിറേക്കിന് അറിഞ്ഞോളണമെന്നില്ല, INDUCയുടെ ജില്ലാ പ്രസിഡന്റാണ്. DCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ INDUCയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ SK അനന്തകൃഷ്ണനാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായ അട്ടപ്പള്ളം എന്ന് പറയുന്ന പ്രദേശത്തിനകത്ത് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അദ്ദേഹത്തിന് പരാജയപ്പെടേണ്ടി വന്നു. CPMൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. BJPക്ക് ഇതിന് തൊട്ട് സമീപത്തുള്ള ഈ പ്രദേശത്ത് തന്നെയുള്ള വാർഡിൽ BJP 2ാം സ്ഥാനത്ത് വരികയും CPM ആണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. BJP ആണ് 2ാം സ്ഥാനത്ത് വന്നുള്ളത്. അപ്പോൾ SK അനന്തകൃഷ്ണനെ പോലെയുള്ള നേതാക്കളൊക്കെ DCCയുടെ അത്രയും പ്രധാനപ്പെട്ട ആളുകളുള്ള ഒരു പ്രദേശത്ത് വി ഡി സതീശനോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹം വളരെ ലാഘവത്തിലാണ്. ഇതിൽ RSSകാരനുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ എനിക്കറിയുന്ന കാര്യം മാത്രമേ പറയാറുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ കാര്യം അന്വേഷിച്ചൊന്ന് ഉറപ്പുവരുത്താൻ ഈ 5 ദിവസമായിട്ടും പറ്റിയിട്ടില്ല. അവിടെ ആകെ ഇതിനോടകം നടന്നിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിഷേധ യോഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് DYFIയുടെയും CPMൻ്റെയും നേതൃത്വത്തിൽ മാത്രമാണ്. എന്തേ, കോൺഗ്രസ് അവിടെ ഇല്ലാത്തത് കൊണ്ടാണോ? DCCയുടെ ജനറൽ സെക്രട്ടറിക്ക് ഈ പ്രദേശത്ത് പോയി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. INDUCയുടെ ജില്ലാ പ്രസിഡന്റിന് ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ പറ്റില്ല എന്നാണോ വസന്ത് പറയുന്നത്? ഞാൻ പറഞ്ഞത് കേരളത്തിലെ പിന്നെ ഇവിടെ ശ്രീ മിഥുൻ വിജയകുമാർ ഇവിടെ പറഞ്ഞത് ഇതിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും അദ്ദേഹം ഇതിന്റെ രാഷ്ട്രീയം എവിടെയാണ് ആരംഭിക്കുന്നത്? ഒരു 25-30 വർഷം മുമ്പ് നമ്മുടെ രാജ്യത്തിനകത്ത് ഇല്ലാത്തതുപോലെ ഇനി ബംഗ്ലാദേശിയാണ് എന്ന് തന്നെ ഇരിക്കട്ടെ, ബംഗ്ലാദേശിയെ തല്ലിക്കൊല്ലാൻ ആർക്കെങ്കിലും RSSകാരന് അധികാരം കൊടുത്തിട്ടുണ്ടോ? ഇനി പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരാളാണെന്നിരിക്കട്ടെ, തല്ലിക്കൊല്ലാൻ അനുവാദം കൊടുത്തിട്ടുണ്ടോ? അജ്മൽ കസബിനെ പോലും നിയമ സംവിധാനത്തിലൂടെ വിചാരണ നടത്തിയ രാജ്യമാണ് നമ്മുടെ രാജ്യം. അവിടെ RSSകാരനുണ്ടാക്കുന്ന പൊതുഭേദം എന്താ? അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും അമിത്ഷാ ആയാലും RSSൻ്റെ നേതാക്കളായാലും ഇവരുടെ അണികൾക്ക് പകർന്നു കൊടുക്കുന്നൊരു പാഠമുണ്ട്. ആ പാഠം ഈ രാജ്യത്തിനകത്ത് ബംഗ്ലാദേശി എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസിയാണ്. ഇസ്ലാം മതവിശ്വാസി ഈ രാജ്യത്തിൻ്റെ ശത്രുവാണ്.